സംസ്ഥാനത്ത് ഗൗരവമുള്ളൊരു സാഹചര്യമാണ്. പകർച്ചപ്പനി അത് വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം ചികിത്സയ്ക്കെത്തുന്ന രോഗികളുടെ എണ്ണം അത് 10,000 കടക്കുന്നു എന്ന ഗൗരവമുള്ള സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുന്നു. കഴിഞ്ഞ ഒരു മാസം മരിച്ചത് 98 പേരാണ്. പനി ബാധിച്ച ആശുപത്രിയിൽ എത്തുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഗൗരവമുള്ള സാഹചര്യമാണ്. പകർച്ചപ്പനിയെ നേരിടാൻ നടപടികൾ ശക്തമാക്കിയെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും പ്രതിരോധം പാളി എന്നാണ് ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പനി പടരുകയാണ്, നമുക്ക് സൂക്ഷിക്കണം. ഒരു മാസത്തിനിടെ പനി മരണം നേരത്തെ പറഞ്ഞതുപോലെ 98 ഈ തിങ്കളാഴ്ച മാത്രം ഒരു ദിവസത്തെ കണക്ക് നോക്കൂ. ഒരു ദിവസം ഈ തിങ്കളാഴ്ച എന്ന് പറയുന്ന ദിവസം മാത്രം പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ജില്ലയിലെ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയ ആളുകളുടെ എണ്ണം 10,000 കടക്കുകയാണ്. 10,783 ആളുകളാണ് സംസ്ഥാനത്ത് തിങ്കളാഴ്ച മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയത്. ജൂണിൽ ഡെങ്കിപ്പനിയുടെ കണക്കാണ്. 1951 പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചു എന്നതാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. 7,394 പേർ ചികിത്സയിൽ കഴിയുന്നു എന്നതാണ് സർക്കാർ തന്നെ പങ്കുവയ്ക്കുന്ന ഔദ്യോഗികമായ വിവരം. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ജൂണിലേക്ക് തന്നെ വന്നാൽ എലിപ്പനിയും അതോടൊപ്പം പകർച്ചപ്പനികളെല്ലാം വ്യാപിക്കുകയാണ്. എലിപ്പനി 651 പേർക്കാണ് എലിപ്പനി ബാധിച്ചത്. ജൂണിൽ മാത്രം 38 ജീവനുകളാണ് എലിപ്പനി ബാധിച്ച് നമുക്ക് നഷ്ടമായത്. മഞ്ഞപ്പിത്തം ഉൾപ്പെടെ പടരുകയാണ്. മഞ്ഞപ്പിത്തം 3,289 പേർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗികമായ കണക്കായി പുറത്തുവരുന്നത്. ഇനി നമുക്ക് സ്വാഭാവികമായും ഇത്രയും ഗൗരവമേറിയ വിഷയമാണ്. അപ്പോൾ നമ്മൾ അതിനെ തന്നെ ആ രീതിയിൽ തന്നെ നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. പ്രതിരോധം അനിവാര്യമാണ്. വെള്ളം കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കൊതുകുകളൊക്കെ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി ഈ മോശം വെള്ളം അതൊക്കെ നമ്മുടെ അടുക്കളയിലും അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഒരു തരത്തിലും വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. മാത്രമല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് മഴക്കാലം പകർച്ചപ്പനികളുടെ കാലമായതുകൊണ്ട് പ്രത്യേകമായി ഇത് എല്ലാ വർഷവും പറയുന്നതാണ്. വളരെ വൃത്തിയുള്ള അടച്ചുവെച്ച ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഈ രോഗലക്ഷണങ്ങൾ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ഉടനടി തന്നെ ചികിത്സ തേടണം. സ്വയം ചികിത്സ പാടില്ല തുടങ്ങി മഴക്കാലത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഴ ഒരല്പം മാറുന്ന അന്തരീക്ഷമാണെങ്കിലും പകർച്ചപ്പനിക്ക് ഒട്ടും കുറവില്ല. അതുകൊണ്ട് കൊതുക് ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ വെള്ളത്തിലൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തുക എന്നതാണ് പൊതുവിൽ ആരോഗ്യവകുപ്പിന് വേണ്ടി അഭ്യർത്ഥിക്കാൻ കഴിയുക, ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി അഭ്യർത്ഥിക്കാൻ കഴിയുക.